ഹായ് ഗായ്സ്, ഇന്നലെ നല്ലൊരു സൺഡേ ആയിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോവാട്ടാണ് ചെയ്തത്. അവിടെ അനിയൻ എന്തായാലും സ്കൂൾ തുറക്കാറായി. അപ്പോൾ അവന് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ മേടിച്ച് പോകാൻ വെച്ചിട്ട് അനിയത്തി ഓൾറെഡി മിസ്റ്റർ DIYയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പിൻട്രസ്റ്റ് വൈബിളുള്ള സാധനങ്ങൾ മേടിക്കാനാണ് പോയത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോയത് പുതിയതായിട്ട് തുടങ്ങിയ വിശാൽ മാർട്ടിലായിരുന്നു. അവിടെ ആണെങ്കിൽ ഒടുക്കത്ത അഫോർഡബിൾ പ്രൈസിങ്ങും, പക്ഷെ നല്ല തിരക്കും. ബില്ലിംഗ് ആണെങ്കിൽ ഭയങ്കര സ്ലോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം ഇറങ്ങി. നിങ്ങളിതുവരെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് മേടിച്ചിട്ടില്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല റേറ്റ് കുറവാണ്, വേഗം കിട്ടും. നമ്മൾ ചെറുമര വീട്ടിൽ പോയി. ചെറുമര വീട്ടിൽ നിന്ന് ഉണ്ണീനും ചെറുമര എടുക്കാൻ പോയതാട്ടാ. അപ്പോൾ അവിടെ പോയപ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യാമറ തിരിച്ചതിനോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞു. ഞാനാകെ അയ്യത്തക്കടാന്നായി. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പിള്ളേർ സെറ്റ് കാണിക്കുകയാണ്. നമ്മുടെ പിള്ളേരോടെ കിടന്ന് നല്ല കളിയാണ്. നമ്മുടെ ഉണ്ണിയും കിടന്ന് അതിനുള്ളിൽ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി അവന് മേടിച്ച സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പെൻസില്, പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. പ്രാവശ്യം സ്റ്റാപ്ലർ, പിന്നെ കുറച്ചധികം പെൻസിൽ വാങ്ങിച്ചിട്ടായിരുന്നു. കൊണ്ട് പെൻസിലും പേനല്ലേ നമ്മളിപ്പം നാശാക്കുക കൊണ്ട് കളയുക. അതൊരു സ്കെച്ച് ക്രയോൺ അങ്ങനത്തെ സെറ്റായിരുന്നു കേട്ടോ. ഇത് പിന്നെ പെൻസില്, മാർക്കർ, പിന്നെ CD പെന്ന്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ള സാധനമായിരുന്നു. അവനിങ്ങനെ ലെഡ് പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പൊട്ടിച്ച് കളിക്കലായിരുന്നു ആദ്യം പണി. ഇപ്പം പിന്നെ പിടിച്ചൊക്കെ എഴുതാൻ പഠിച്ചു കേട്ടോ. ഇതൊക്കെ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. നല്ല വില കുറവാണ്. വേഗം പോയി മേടിച്ചിട്ടില്ലെങ്കിൽ. ചെറിയ പറഞ്ഞു അച്ഛനവിടെ കരിക്ക് വെട്ടുണ്ട്, വേഗം ഇതൊക്കെ എടുത്ത് വെച്ച് എല്ലാം പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ കരിക്കൊക്കെ വെട്ടി. ഇവിടെ വന്നാൽ കരിക്ക് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. വീട്ടിൽ കുറച്ച് തെങ്ങൊക്കെ ഉള്ള കാരണം അച്ഛനെപ്പോഴും വന്നതിന് കരിക്കൊക്കെ വെട്ടിത്തരും. പിന്നെ അടുത്ത വീക്ക്നെസ്സാണ് മിട്ടു. അത് ആമിയുടെയും കുഞ്ഞാവയുടെയും മെയിൻ ആളാണ്. അവളവിടെ വന്നതിന് തന്നെ ആമിക്ക് അതിന് കുറ്റി തുറന്ന് പുറത്തേക്ക് ഇറക്കണം. എന്നാൽ മിട്ടുവാണെങ്കിൽ കുറ്റി തുറക്കാനായിട്ട് സമ്മതിക്കുന്നുമില്ല. അപ്പോഴേക്കും അച്ഛൻ കടച്ചക്കി ഇടിച്ചൊക്കെ ഇട്ട് വന്നു വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അവളെ ഫോട്ടോ എടുക്കാനായിട്ട് കിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊന്നും. അതൊക്കെ അപൂർവം കിട്ടുന്ന ഒരു കാര്യം. പിന്നെ കളിയായി. ഇതിങ്ങനെ ബോളിട്ട് ഇങ്ങനെ ടിക്ക് നടിക്കുമ്പോൾ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചിരിയാണ്. കുറേ നേരം ഇങ്ങനെ കളിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ആമി ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നീരുവിന് അവളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കാനൊരു ക്യൂരിയോസിറ്റി കൂടുതലാണ്. അങ്ങനെ ഇരുട്ടായപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. വെള്ളമൊക്കെ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തേക്ക് പിന്നെ എക്കിട്ടം വന്നു. അപ്പോഴേക്കും വെള്ളം കൂടിയായി. നീരുമാമനും ഉമ്മ എടുക്കലും മാമൻ തിരിച്ച് ഉമ്മ എടുക്കലും. വെള്ളം കുടിച്ചിട്ടും കുട്ടിയുടെ എക്കിട്ടം മാറുന്നില്ല. പിന്നെയും ഇട്ടിട്ടുകൊണ്ടിരിക്കുക. നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ നേരമായിട്ട് ഇങ്ങനെ മതിച്ച് നടക്കുമായിരുന്നു. അപ്പോഴേക്കും അവൻ കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ ഫോൺ കണ്ടു. അപ്പോൾ ഫോണിലേക്ക് നോക്കി പിന്നെ ഫോണിൽ പെടാണ്ടിരിക്കാനൊക്കെ നോക്കി കുറച്ച് നേരം. പിന്നെ എനിക്ക് കയറി നിൽക്കടാന്ന് പറഞ്ഞു. പിന്നെ ടാറ്റയും ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ പോരണമെന്നില്ല. അതാണ് മെയിൻ കാര്യം. അവിടെ തന്നെ നിൽക്കാൻ എന്താ വഴി നോക്കി നിൽക്കുകയാണ് അവൾ. പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്തെടുത്തപ്പോൾ പിന്നെ കാറിൽ കയറി. പിന്നെ കാറിൽ നിന്ന് ടാറ്റയും ഫ്ലൈയിങ് കിസ്സായിരുന്നു. അങ്ങനെ ഈ ഒരു സൺഡേ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.